എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഈ ഖുർആൻ വചനത്തിന്റെ വിശദീകരണം പറയുന്നിടത്ത് ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് ഈ ഖുർആൻ വചനത്തിൽ പരാമർശിക്കപ്പെടുന്നത് ഇതിന് തൊട്ടു മുൻപത്തെ ഖുർആൻ വചനത്തിൽ പരാമർശിക്കുന്ന മുത്അ വിവാഹവുമായി മുത്അയുടെ ആയത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് 2:37 അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു ഇതിലെ നിയമം എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ട് മുൻപത്തെ ആയത്തിൽ വിശദീകരിച്ച മുത്അയുടെ ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണമല്ല എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മുത്അ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൂറത്ത് ബഖറ 2-ാം അധ്യായത്തില് 236-ാമത്തെ വചനം മുത്അ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞാനവിടെ പറയുന്നത് ഇത് മുത്അ വിവാഹവുമായി ബന്ധപ്പെട്ട ആയത്തല്ല എന്നാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് മുത്അ വിവാഹവുമായി ബന്ധപ്പെട്ട ആയത്താണ് എന്ന് ഇദ്ദേഹം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിന്റെ തഫ്സീറാണ്. ഓക്കെ, ഇദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഇത് മുത്അ വിവാഹമാണ് എന്ന് ഇയാൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇയാൾക്ക് 30,000 രൂപ ഇനാമായിട്ട് കൊടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ലൈവിലായിട്ട് ഇദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വേറെ എവിടേക്കും പോവാതെ ഈ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ട് ചർച്ചയ്ക്ക് ഇദ്ദേഹം തയ്യാറാണ്. ഓൺലൈനിലായിക്കൊണ്ട്, ഓഫ്ലൈൻ അല്ല ഓൺലൈൻ ആയിക്കൊണ്ട് ഇദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാണോ എന്നുകൂടി നമ്മൾ വെല്ലുവിളിക്കുകയാണ്. അതായത് ഒന്നുകൂടി പറയുന്നു, 2:236-ാമത്തെ വചനം മുത്അ വിവാഹമാണോ